അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫിയുടെ ബിഹൈൻഡ് ദ സീൻസും അങ്ങനെയൊക്കെയുള്ള ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ നമുക്കറിയാവുന്ന അറിവുകളും കാര്യങ്ങളുമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ബിഗിനേഴ്സായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രാഫിയുടെയും ഒക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇത്രയും നാളായിട്ട് ഞാനിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുകയാണ്. ബെഹറിൽ വന്നിട്ടിപ്പം ഒരു 5 വർഷമായി. 5 വർഷമായിട്ട് നമ്മളിപ്പം ഈ ഒരു ഫീൽഡിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അറിവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ കമൻ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എങ്കിലേ നമുക്കും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വേണം. അത് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. എങ്കിലേ എനിക്ക് അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഞാനിപ്പം ബെഹറിൽ വന്നിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. കൂടുതലും ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ വെഡ്ഡിങ് മാത്രമായിരുന്നു കൂടുതലും. അല്ലെ വെഡ്ഡിങ്, മെറ്റേണിറ്റി അങ്ങനെയൊക്കെയുള്ള ഷൂട്ടുകളായിരുന്നു നമ്മൾ കൂടുതലും നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന ഇവൻറ്റ്സ്, വലിയ ഇവൻറ്റ്സുകൾ അല്ലെ കോൺഫറൻസ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പഠിക്കാനും ഒക്കെ പറ്റി. അതുപോലെ തന്നെ ഫുഡ് ഫോട്ടോഗ്രാഫി, അതാണ് കൂടുതൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റി. ഓട്ടോമോട്ടീവ് വീഡിയോസ്, അതിൻ്റെ ഫോട്ടോഗ്രാഫി, അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ എനിക്കതൊരു പുതിയ ഒരു ലോകമായിരുന്നു. നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ട് വന്നിരുന്നതുമായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. കൂടുതൽ പഠിക്കാനും പറ്റി എന്ന് പറയാം. കൂടുതലായിട്ട് പഠിക്കാനാണ് പറ്റിയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ പോലും എനിക്ക് കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓട്ടോമോട്ടീവ് ഫീൽഡിലാണ് ഫോട്ടോസ്, വീഡിയോസൊക്കെ എടുക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അല്ലാതുള്ള വർക്കുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണിറ്റി ഷൂട്ട്, അതുപോലെ ഇവൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നത്. വെഡ്ഡിങ്ങുണ്ട്, വെഡ്ഡിങ് ഇല്ലെന്നല്ല പറയുന്നത്. വെഡ്ഡിങ്ങിൻ്റെ സീസണിൽ നല്ലപോലെ വെഡ്ഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വീഡിയോസിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ. പിന്നെ നമുക്കറിയാവുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടുന്നൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്നതാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു, ബൈ.